അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണ അമൃതാരോഗാന്മേ നാശാശേഷാനാശു ധന്വന്തരേ ഹരെ. ഇന്നലെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാരുടെ 100-ാം ജന്മദിനം. അച്യുതൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ചുരി ഇല്ലാത്തവൻ, നാശമില്ലാത്തവൻ എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മളുടെ ഹൃദയങ്ങളിൽ നിന്നും അദ്ദേഹം ജീവിക്കുന്നത്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം എന്ന് അദ്ദേഹം ആദ്യം എഴുതി. തമോ ഗുണത്തിൻ്റെ പ്രാധാന്യമായിക്കൊണ്ട് തമസ്സിനെ, ഇരുട്ടിനെ, പിന്നീടോ വെളിച്ചത്തേക്ക് വന്നതായ അദ്ദേഹം നിരവധി കവിതകൾ, നിരവധി മനസ്സിൻ്റെ ഹൃദയങ്ങളെ കീഴടക്കുന്നതായ കവിതകൾ എഴുതിയതായ അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാട്. നമുക്കറിയാം, നിരവധി കാവ്യലോകങ്ങളിൽ നിരവധി ഓരോ കണ്ണുനീരിലും അദ്ദേഹം കണ്ണുനീരിൽ നിന്നും ഉദിക്കുന്നതായ സൂര്യപ്രകാശത്തെ കണ്ടെങ്കിൽ, ഓരോ സന്തോഷത്തിലും ഓരോ പൂർണ്ണചന്ദ്രനെ കണ്ടെങ്കിൽ, അതുപോലെ തന്നെ കാലങ്ങൾക്ക് ശേഷം മനസ്സിനുണ്ടാകുന്ന മാറ്റം, മനസ്സെന്ന ആവരണം പോയി ബുദ്ധി ഉണർന്ന ഭാഗവതത്തിലൂടെ അദ്ദേഹം പോയിക്കൊണ്ട് ശ്രീകൃഷ്ണ അവതാരത്തിലേക്ക് അദ്ദേഹം പാടിയിട്ടുണ്ട്. തമദ്ഭുതൻ ബാലകൻ മുജക്ഷണം ചതുർഭുജൻ സംഘഗതായുധായുധൻ ശ്രീവത്സരക്ഷണൻ ഗളശോഭികസ്തുവൻ പീതാംബരൻ സാന്ദ്രപയോധ സൗഭകൻ മഹാർഗവരൂര ഗിരിരുണ്ടത്തിട്ടാൽ തികഴുന്ന സഹസ്രകുന്തളൻ ഉദ്ദാമകാഞ്ചങ്കതങ്ങളാദികളെ കൊണ്ട് വസുദേവ ഐക്ഷത എന്നുള്ളതിനെ വസുദേവൻ കണ്ടു എന്നൊക്കെ എഴുതപ്പെട്ടതായ അദ്ദേഹം. അപ്പം ഒരു കാലത്ത് ഇതൊന്നുമില്ലാതെ ചില ചിന്തകളെ കൊണ്ട് മാറ്റം വരുന്നതായ മനുഷ്യൻ പിന്നീട് എത്തിച്ചേർന്നതായ ഒന്ന്. നമുക്കറിയാം, ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിനെ പറ്റി നമുക്കറിയാം. ധ്യായാമോ ധവളാകുണ്ടനോദിയും തേജോമയും നഷ്ഠികയും സ്നിഗ്ധാപാംഗവിലോകിനിയും ഭഗവതിയും മന്ദസ്മിത ശ്രീമുഖിയും വാത്സല്യാമൃതവർഷിണിയും സുമധുരം സങ്കീർത്തനാലാപിനിയും ശ്യാമാംഗിയും മധുസിക്തസൂക്തിയും അമൃതാനന്ദാത്മികാം ഈശ്വരി. അവിടെ ഗുരുവായൂരിൽ നിന്നും ഒരു യാത്ര പുറപ്പെട്ടുകൊണ്ട് ആശ്രമത്തിൽ ചെന്ന് കയറുന്ന അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് സുധാമണി എന്നതായ ഒരു മുക്കുവ സ്ത്രീ പിന്നീട് ഈശ്വരിയായിട്ട് ഉയർന്നുകൊണ്ട് അമൃതാനന്ദമയിയായിത്തീർന്നെങ്കിൽ, അമ്മയുടെ അഷ്ടോത്തരം അടക്കം നിരവധി അമ്മയുടെ കീർത്തനങ്ങൾ എഴുതിയതായ ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട്. അതൊക്കെ നമുക്കറിയാം. എവിടെയെങ്കിലും ഉറങ്ങിക്കിടങ്ങുന്നതായ കൊച്ചിലെ മുതൽ ഉപന്യാദികൾ മുതലായുള്ള സന്ധ്യാവന്ദനാദികൾ, അതിലെ ഉപസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഗായത്രി ജപിച്ചിട്ടെങ്കിൽ ഒരു കാലത്ത് ആ കാവ്യത്തിൻ്റെ ശക്തി വീണ്ടും തിരിച്ചെത്തും എന്നുള്ളതായ ഉത്തമ ഉദാഹരണമാണ് ഈ കവികളെല്ലാം. അപ്പോൾ കാവ്യം യശസ്സേ അർത്ഥകൃതേ ശിവേതരക്ഷതയെ സദ്യ പരനിർവതയെ കാന്താ സംഹിതതയ ഉപദേശയുതേ. അഭിധാരക്ഷണ വ്യഞ്ജന മുതലായവയെ കൊണ്ട് അഭിധ ഒറ്റ വാക്കിൽ കേൾക്കുന്നതായ ഒന്ന്, വായിക്കുന്നതായ ഒന്ന്. അപ്പോൾ ഇതല്ലോ ഇതെൻ്റെ അർത്ഥം എന്ന് ചിന്തിച്ച് പിന്നെ ലക്ഷണാവൃത്തിയെ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ ശക്തിയെ, വ്യഞ്ജനാർത്ഥത്തെ തരുന്നതായ കവിതകൾ നമ്മളെഴുതുന്നതായ കവിതകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കാവ്യത്തിൻ്റെ ലോകത്തിലേക്ക് പോകുമ്പോൾ, കാവ്യാംഗനയുടെ ലോകത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം മാനസികമായ മാറ്റങ്ങൾ. മനസ്സുണ്ടാവുന്നതായി ബുദ്ധി ഉണർന്ന് ബുദ്ധിയിൽ തെളിയുന്നതായ സരസ്വതിയുടെ വാക്കുകൾ നമ്മൾ കവിതകളിലൂടെ എഴുതപ്പെടുമ്പോൾ സുഞ്ചി മാങ്കുളവും ഒരു കവിയായി അംഗീകരിക്കപ്പെടുന്നു. അതിന് കാരണം നിരവധി കവിതകളുടെ, നിരവധി പേരുടെ, നിരവധി കവി സദസ്സുകളിൽ നിരവധി കവികളുടെ കാൽക്കൽ തൊട്ട് വന്ദിക്കാൻ സാധിച്ചു എന്നുകൊണ്ട് മാത്രമാണ്. വളരെ അടുത്ത സുഹൃത്തും അപ്പുമാരാർ മുടക്കട, അദ്ദേഹത്തിൻ്റെ ട്വിൻസാണ്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ അനിയന്മാരാൻ മുടക്കുഴ. നിരവധി കാവ്യങ്ങൾ എഴുതുന്നു, നിരവധി കവിതകൾ എഴുതുന്നു. അമ്മയെപ്പറ്റി ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ സോപാന സംഗീതം പാടുന്നു, അല്ലെങ്കിൽ പതിവുത്സവത്തിന് തിമില കുട്ടുമ്പോൾ ഒരു പേപ്പറെടുത്ത് ആ ക്ഷേത്രത്തിലെ മൂർത്തികളെ പറ്റി എഴുതുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ അഭിമാനമായ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അഭിമാനമായ പൂർണ്ണത്രയീശ്വരനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം ധാരാളം കവിതകൾ എഴുതുന്നു. അപ്പോൾ ഈ കവികളുടെ ഒക്കെ പാദങ്ങളിൽ തൊട്ട് വന്ദിക്കുമ്പോൾ ഏറ്റവും താഴത്തെ പടിയിൽ പലരും അവാർഡുകൾ തരാമെന്ന് പറയുന്നു. പലരും അംഗീകരിക്കാമെന്ന് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അറിയാതെ എങ്കിൽ തല പൊങ്ങിപ്പോയാലോ. അപ്പോൾ അങ്ങനെ ഉള്ളതായ നിരസിക്കുന്നതായ സ്നേഹ ഉപകാരങ്ങൾ, നിരസിക്കുന്നതായ അവാർഡുകൾ ഒക്കെ എന്താണ് അത്? എനിക്കൊരു മാലയായിട്ട്, അല്ലെങ്കിൽ എനിക്കൊരു പുണ്യമായിട്ട്, എനിക്കൊരു അലങ്കാരമായിട്ട് തീരുന്നു.
അപ്പോൾ ഇതൊന്നുമല്ല അലങ്കാരമായി തീരുന്നതെന്നർത്ഥം. നക്ഷത്രം നതുരുംഗമോ ഒന്നുമല്ല, വാഹനങ്ങളോ മാലകളോ ഇതൊന്നുമല്ല അലങ്കാരം. വാഗ്ഭൂഷണം ഭൂഷണം. ഹാരാന ചന്ദ്രോജ്വല നക്ഷത്രം ഒന്നുമല്ല. ഇതാ വലിയ രാജ രൂപത്തിലുള്ളതായ വലിയ കുടകളല്ല, വലിയ സ്വർണ്ണാഭരണങ്ങളല്ല. അപ്പോൾ നമുക്കറിയാം എന്താണ് യഥാർത്ഥത്തിൽ ആഭരണം. വാഗ്ഭൂഷണം ഭൂഷണം, സംശയമൊന്നുമില്ല. വാക്ക് നന്നാവട്ടെ, പ്രവൃത്തി നന്നാവട്ടെ. വാക്ക് നന്നായി നിരന്തരമായി, വാക്ക് നന്നായെങ്കിൽ നിരന്തരമായി പതുക്കെ 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 പ്രവൃത്തിയും നന്നാകും. വാക്കുമെൻ പൊരുത്തവും എല്ലാം പൊരുത്തമായിരിക്കണം. വാക്കും പ്രവൃത്തിയും പൊരുത്തമായിരിക്കണം. ആർക്കും എന്നിൽ നിന്ന് ഉപദ്രവം വരാതിരിക്കണം. വിമർശനാത്മകമായ രീതിയിൽ ധാരാളം കവിതകൾ എഴുതാറുണ്ട്. വിമർശിക്കപ്പെടേണ്ടത് വിമർശിക്കുന്നത്, ചെന്നെത്തേണ്ടത് കുറുക്കിക്കൊള്ളേണ്ടത് തന്നെ കുറുക്കിക്കൊള്ളണം. അതാണ് കവിതയുടെ പ്രത്യേകത. തൂലിക പടവാളാണ്, സംശയമൊന്നുമില്ല. അതിനുശേഷം പിന്നീട് നമുക്ക് ചിന്തിച്ചറിയാം. പിന്നീട് ചിന്തിക്കുമ്പോൾ നമുക്ക് വയലാറിൻ്റെ സർഗസംഗീതത്തിലൂടെ പോകുമ്പോൾ വാളല്ലൻ സമരായുധം ക്ഷണധനധ്വാനം മുഴക്കിയിടുവാൻ ആളല്ലൻ കരവാള് വിറ്റൊരു മണിപ്പൊന്മീനെ വാങ്ങിച്ചു ഞാൻ താളം രാഗലയ ശ്രുതിസ്വരമേവയ്ക്കല്ലാതെ ഒന്നിന്നുമിന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ നിന്ന് വയലാറിനെ കൊണ്ട് പാടിച്ചെങ്കിൽ. അപ്പോൾ ഏത് തത്വശാസ്ത്രത്തെയും അതൊക്കെ ഇന്നോട്ടെ, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം, അവനവൻ്റെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ്. ആ തത്വശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ വാളല്ലൻ സമരായുധം എന്ന് പാടിച്ചെങ്കിൽ, മധുര മുരളീ ഗായകനാം ഒരു യാത്രികൻ വരും വിളിക്കും ഞാൻ പോകും വാതിൽ പൂട്ടാതെ അക്ഷണം എന്നൊരു കവിയെ കൊണ്ട് പാടിച്ചെങ്കിൽ, തത്വശാസ്ത്രങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്കറിയാം മധുര മുരളീ ഗായകനാം ഒരു യാത്രികൻ വരും വിളിക്കും ഞാൻ പോകും വാതിൽ പൂട്ടാതെ അക്ഷണം. ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. ചത്തിടും നേരം വസ്ത്രം അതുപോലും ഒത്തിരാ കൊണ്ടുപോകാനൊരുത്തർക്കും. മധുര മുരളീ ഗായകനാം ഒരു യാത്രികൻ വരും. പ്രണവസ്വരൂപമായിട്ട് സപ്തസ്വരങ്ങളിലൂടെ വരുന്നതായ മുരളീഗാനം. ആ മുരളീഗാനവും എന്തു തന്നെയാണ്? കവിത തന്നെയാണ്. അയോണറിലേക്ക് ഏവോങ് അയോച്ച് ഹൈറട്ടല്ലട് ഛപഞ്ഞ് ഘടതച്ച് അങ്ങനെ തുടരുന്നതായ അക്ഷരസമാനമായ മഹാദേവൻ്റെ ഡക്കയിൽ നിന്ന് പുറപ്പെടുന്നതായ സമാനായത്തിൽ നിന്ന് വരുന്നതും അതും കവിതകളാണ്. മൂകാംബികാദേവിയുടെ വാദ്യമേളങ്ങളിൽ നിന്ന് വരുന്നതായ ശബ്ദ സകലങ്ങളും കവിതകളാണ്. അപ്പോൾ എവിടെയിൽ നിന്നും പ്രകൃതിയിൽ നിന്നും നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് എല്ലാം കാവ്യത്തിലേക്ക് കൊണ്ടുവരാവുന്നതാണ്, എല്ലാം കവിതയിലേക്ക് കൊണ്ടുവരുന്നതാണ്. എല്ലാം മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കുന്ന കവിതകളാകട്ടെ. ഒരർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷകളുണ്ടാകട്ടെ, ഒരർത്ഥത്തിൽ കുറുക്കിക്കൊള്ളുന്ന വാളായി തീരട്ടെ, തൂലിക പടവാളായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാവ്യത്തിൻ്റെ ലോകത്തിലേക്ക് വിമർശനങ്ങൾ ധാരാളം ഉണ്ടാവും. ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ, മറ്റൊരർത്ഥത്തിൽ ലോകത്തിൽ അധർമ്മത്തെ വെല്ലാൻ ധർമ്മത്തെ നിലനിർത്താനുള്ള കവിതകൾ ധാരാളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കവിതകൾക്ക് ധാരാളം പ്രോത്സാഹനം നൽകുന്ന എല്ലാവർക്കും എൻ്റെ കവിതകളെ കുറച്ചുകൂടെ നന്നാവാൻ എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.